ശാസ്ത്രത്തിലെ 16 പദാർത്ഥങ്ങളുടെ ചർച്ചയാണ് ആരംഭിക്കുന്നത്. ഈ 16 പദാർത്ഥങ്ങളെ 1-ാം അധ്യായം 1-ാം ആത്മീകത്തിലെ 1-ാമത്തെ സൂത്രത്തിൽ പറയുന്നു. ന്യായശാസ്ത്രം ആരംഭിക്കുന്നത് ഈ 16 പദാർത്ഥങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ആ സൂത്രം ഇങ്ങനെയാണ്: പ്രമാണ പ്രമേയ സംശയ പ്രയോജന ദൃഷ്ടാന്ത സിദ്ധാന്ത അവയവ തർക്ക നിർണയ വാദ ജൽപ വിദണ്ഡ ഹേത്വാഭാസ ചല ജാതി നിഗ്രഹസ്ഥാനാനാം തത്വജ്ഞാനാത് നിശ്രേയസ അധിഗമ എന്നാണ് സൂത്രം. പ്രമാണം, പ്രമേയം, സംശയം, പ്രയോജനം, ദൃഷ്ടാന്തം, സിദ്ധാന്തം, അവയവം, തർക്കം, നിർണയം, വാദം, ജൽപ്പം, വിദണ്ഡ, ഹേത്വാഭാസം, ചലം, ജാതി, നിഗ്രഹസ്ഥാനം. ഇതാണ് 16 പദാർത്ഥങ്ങൾ. ഈ 16 പദാർത്ഥങ്ങളുടെ തത്വജ്ഞാന, ഇവയുടെ തത്വജ്ഞാനം കൊണ്ട്, ഇവയെ തത്വമായിട്ട് അറിയുന്നതുകൊണ്ട് യഥാതഥമായി അവിപരീതമായി അവയുടെ ശരിയായ സ്വരൂപത്തിൽ അറിയുന്നതുകൊണ്ട് നിശ്രേയസ അധിഗമ, നിശ്രേയസ പ്രാപ്തി ഉണ്ടാവുന്നു. നിശ്രേയസ് പ്രാപിക്കാനായിട്ട് ഈ 16 പദാർത്ഥങ്ങളുടെ അറിവാണ് വേണ്ടത് എന്നാണ് ന്യായശാസ്ത്രത്തിന്റെ അഭിപ്രായം. അതിനാണ് ഈ 16 പദാർത്ഥങ്ങൾ പഠിക്കുന്നത്. ശാസ്ത്രത്തിന്റെ ആത്യന്തികമായ പ്രയോജനം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഈ നിശ്രേയസത്തെ പ്രാപിക്കുക എന്നതാണ്. അതിനുവേണ്ടി ഈ 16 പദാർത്ഥങ്ങളെ അറിയണം. എല്ലാ ദർശനങ്ങളും ഈ നിശ്രേയസത്തെ പരമപ്രയോജനമായിട്ട് പറയുന്നുണ്ട്. അതിന് ഉപായവും പറയുന്നുണ്ട്. പലതിലും ഉപായം പലമാതിരിയാണെന്ന് പറഞ്ഞു. ന്യായശാസ്ത്രം പറയുന്ന ഉപായം ഈ ഷോഡശ പദാർത്ഥ വിജ്ഞാനമാണ്. 16 പദാർത്ഥങ്ങളുടെ വിജ്ഞാനം കൊണ്ടാണ് നിശ്രേയസം ഉണ്ടാവുന്നത്. എന്താണ് ഈ നിശ്രേയസം എന്ന് പറഞ്ഞാൽ? നിശ്രേയസത്തിന് ഇളക്കമില്ലാത്ത ശ്രേയസ് എന്നർത്ഥം. ഇളക്കമില്ലാത്തത് എന്ന് പറഞ്ഞാൽ ഉറച്ചത്, സ്ഥായിയായത്, സ്ഥിരമായത്, ശാശ്വതമായത് എന്ന് നമുക്ക് അർത്ഥം പറയാം. അങ്ങനെ ഇളക്കമില്ലാത്ത ശ്രേയസ് ആണ് നിശ്രേയസം. ശ്രേഷ്ഠമായ ശുഭം എന്നും ഇതിന് അർത്ഥം പറയുന്നുണ്ട്. ശ്രേയസ് എന്ന ആശയം വിവേക പ്രകരണത്തിൽ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള ഉപനിഷത്ത് എടുക്കുന്ന സമയത്ത് ശ്രേയസ് പ്രേയസ് എന്ന് 2 വിധം സുഖങ്ങൾ പറഞ്ഞു. ഈ രണ്ടും മനുഷ്യനെ പ്രാപിക്കുന്നു. ആ രണ്ടിനെയും വിവേകികൾ വേർതിരിച്ച് അറിയുന്നു, അവിവേകികൾ അറിയുന്നില്ല. പ്രേയസ് എന്ന് പറഞ്ഞാൽ പ്രിയതരം ആയത്, ഇഷ്ടപ്പെട്ടത്. ഇത് തൽക്കാലം ഉണ്ടാകുന്ന സുഖത്തിന്റെ പേരാണ്. താത്കാലികമായി സുഖം തരുന്ന സാധനങ്ങളെ സാധാരണ ആളുകൾ അപേക്ഷിക്കുന്നു. ആ സാധനങ്ങൾ സമ്പാദിച്ച് ഈ താൽക്കാലികമായ സുഖങ്ങൾ നേടി അതിൽ രമിച്ചേ കഴിയുന്നു.
അതിനപ്പുറം സുഖമുണ്ട് എന്ന് അവർ അറിയുന്നില്ല. ഇതാണ് സുഖം എന്നവർ ഭ്രമിക്കുന്നു. ഇങ്ങനെ നീണ്ടു നിൽക്കാത്ത പരിമിതമായ ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ മനുഷ്യർ പോകുന്നു. ഇതാണ് ഈ പ്രേയസിന് വേണ്ടിയിട്ടുള്ള പ്രയാണം. അതിന് വിപരീതമായിട്ട് ശ്രേയസ് ഈ താൽക്കാലികമായ സുഖമല്ലാതെ ശാശ്വതമായ സുഖമാണ്. അത് കേവലം ഐന്ദ്രിയമായ സുഖമല്ല. ആ സുഖം പരമാർത്ഥ ജ്ഞാനത്തിന്റെ രൂപത്തിലുള്ളതാണ്. ഈ പരമാർത്ഥ ജ്ഞാനമാണ് ശാശ്വതമായ സുഖം തരുന്നത്. പരമാർത്ഥ ജ്ഞാനം ഉണ്ടാകുമ്പോൾ ലോകത്തെയും നമ്മളെയും പറ്റി നമുക്കുള്ള കാഴ്ചപ്പാട് ആകെ മാറുന്നു. നമ്മുടെ ധാരണകൾ മാറുന്നു. നമ്മുടെ വിചാരതന്ത്രം മാറുന്നു. പാരഡൈം മാറുന്നു. വിവേകിയുടെ പാരഡൈം ഒന്ന്, അവിവേകിയുടേത് വേറെ ഒന്ന്. ഈ വിവേകത്തിന്റെ പാരഡൈം, വിവേകത്തിന്റെ വിചാരതന്ത്രം എപ്പോഴാണ് നമുക്ക് കൈവരുന്നത്? അപ്പോഴാണ് നമുക്ക് സ്ഥായിയായ സുഖത്തിലേക്ക് വഴിതെളിയുന്നു. അതുവരെ സ്ഥായിയായ സുഖം വരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിനെയാണ് ന്യായശാസ്ത്രം ഇവിടെ ലക്ഷ്യമായിട്ട് കാണിക്കുന്നത്. ഈ നിശ്രേയസം, ഇളക്കമില്ലാത്ത ശ്രേയസ്, ശാശ്വതമായ സുഖം, അതിന് ഈ 16 പദാർത്ഥങ്ങളുടെ ജ്ഞാനം നേടുകയാണ് വേണ്ടത്. തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, സുഖമുണ്ടാകണമെങ്കിൽ സുഖം എന്താണെന്ന് അറിയണം, സുഖത്തിന്റെ സാധനം എന്താണെന്ന് അറിയണം. സുഖമുണ്ടാകണമെങ്കിൽ ദുഃഖമില്ലാതെ ഇരിക്കണം, ദുഃഖത്തെ ഒഴിവാക്കാൻ സാധിക്കണം. ഒഴിവാക്കണമെങ്കിൽ ദുഃഖം എന്താണെന്ന് അറിയണം, ദുഃഖത്തിന്റെ നിമിത്തം എന്താണെന്ന് അറിയണം. ഇങ്ങനെ സുഖം സുഖത്തിന്റെ സാധനം, ദുഃഖം ദുഃഖത്തിന്റെ നിമിത്തം, ഇങ്ങനെ 4. ഇവയ്ക്ക് അർത്ഥം എന്ന് ന്യായശാസ്ത്രത്തിൽ പേര് പറയുന്നു എന്നും, ഇവയുടെ ജ്ഞാനം അർത്ഥജ്ഞാനമാണ് എന്നും, ഈ അർത്ഥജ്ഞാനത്തിൽ നിന്ന് പ്രവൃത്തി സാമർഥ്യം ഉണ്ടാകുന്നു എന്നും പറഞ്ഞു. ദുഃഖത്തെ ഒഴിവാക്കിക്കൊണ്ട് സുഖം നേടി ജീവിക്കാൻ കഴിയുന്നതാണ് പ്രവൃത്തി സാമർഥ്യം. പ്രവൃത്തി സാമർഥ്യം ഉണ്ടാകാൻ അർത്ഥജ്ഞാനം വേണം. അർത്ഥജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഷോഡശ പദാർത്ഥങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ ഷോഡശ പദാർത്ഥ ജ്ഞാനം കൊണ്ട് അർത്ഥജ്ഞാനം ഉണ്ടാകുന്നു. അർത്ഥജ്ഞാനം കൊണ്ട് പ്രവൃത്തി സാമർഥ്യം ഉണ്ടാകുന്നു. ആ പ്രവൃത്തി സാമർഥ്യം കൊണ്ടാണ് ഈ പ്രേയസിന്റെ മാസ്മരികതയിൽ കൊടുങ്ങാതെ ശ്രേയസ്സിനെ ഏകാന്തമായിട്ട് അനുസന്ധാനം ചെയ്ത് അനുസൂതമായിട്ട് ശ്രേയോ മാർഗത്തിൽ തന്നെ സേവിച്ച് ഈ നിശ്രേയസം, ഇളക്കമില്ലാത്ത ശ്രേയസ് പ്രാപിക്കാൻ കഴിയുന്നു. ഇങ്ങനെയുള്ള ശാശ്വതമായ സുഖത്തിനു വേണ്ടിയാണ് ന്യായശാസ്ത്രം പഠിക്കേണ്ടത്. സുഖമാണ് ആത്യന്തികമായ പ്രയോജനം. എല്ലാം സുഖത്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞു. എല്ലാ പ്രാണികളുടെയും എല്ലാ വ്യാപാരങ്ങളും സുഖത്തിനു വേണ്ടിയാണ്. സുഖത്തിനു വേണ്ടി ആരും ഒന്നും ചെയ്യില്ല. എല്ലാവരും സുഖത്തിനു വേണ്ടി തന്നെ പ്രവർത്തിക്കും. അങ്ങനെ സുഖത്തിനു വേണ്ടി തന്നെ പ്രവർത്തിച്ചിട്ടും സുഖം കിട്ടുന്നില്ല. ജീവിതത്തിൽ ദുഃഖം കിട്ടുകയും ചെയ്യും. ഇതിന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? എന്തുകൊണ്ടാണ് നമ്മൾ സുഖത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ട്
നമുക്ക് സുഖം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖം വന്നുകൊണ്ടിരിക്കുന്നത്? ഇതറിയണം. ഈ ദുഃഖത്തെ എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ നിരന്തരമായ സുഖം പ്രാപിക്കാം എന്നറിയണം. അപ്പോൾ മാത്രമേ നമുക്ക് സുഖികളാവാൻ സാധിക്കൂ. അതിനെന്താണ് വഴി എന്ന് അന്വേഷിക്കുമ്പോൾ അതിന് ജ്ഞാനം മാത്രമാണ് വഴി, വേറെ ഒരു വഴിയുമില്ല. അപ്പൊ ജ്ഞാനം കൊണ്ടാണ് സുഖം, ജ്ഞാനമാണ് സുഖം. ഈ ജ്ഞാനം സമ്പാദിക്കാനാണ് ന്യായശാസ്ത്രം ഈ 16 പദാർത്ഥങ്ങള് ചിന്തിക്കുന്നത്. അതിനു വേണ്ടിയാണ്. അങ്ങനെ ശ്രേയസപ്രാപ്തിക്ക് ഉപായമായ 16 പദാർത്ഥങ്ങളെ ന്യായശാസ്ത്രം ചിന്തിക്കുന്നു. ഈ 16 പദാർത്ഥങ്ങൾ പേരുകൊണ്ട് പറഞ്ഞു. ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട് പറയുക എന്നാണ് അർത്ഥം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 16 പദാർത്ഥങ്ങളെ പേരുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ പേരുകൊണ്ട് പറഞ്ഞാൽ ഇനി അടുത്ത നടപടി ഓരോ പേരുകൊണ്ടും പറഞ്ഞ പദാർത്ഥം എന്താണ് എന്ന് നിർവചിച്ച് കാണിക്കണം. അതിന്റെ ലക്ഷണം കാണിക്കണം. ആ ലക്ഷണത്തെ ലക്ഷ്യത്തിൽ അന്വയിച്ച് കാണിക്കണം. അത് കഴിഞ്ഞാൽ ഇതിന് വിഭാഗങ്ങളുണ്ടോ എന്ന് ആലോചിക്കണം. വിഭാഗങ്ങൾ, അവാന്തരങ്ങളുണ്ടോ? ഈ പറഞ്ഞ ഓരോ പദാർത്ഥത്തിനും അവാന്തര പദാർത്ഥങ്ങളുണ്ടോ? അവാന്തര പദാർത്ഥങ്ങളെയാണ് വിഭാഗം എന്ന് പറയും. വിഭാഗങ്ങൾ ഉണ്ട് എങ്കിൽ ആ വിഭാഗങ്ങളെ ഉദ്ദേശിക്കണം. അതിന്റെ പേരുകൊണ്ട് പറയണം, ഇന്ന ഇന്ന പേരുള്ളതാണ് ഇതിന്റെ വിഭാഗങ്ങള്. പിന്നെ ആ വിഭാഗത്തിൽ ഓരോന്നിന്റെയും ലക്ഷണം കാണിക്കണം. ഇതാണ് ശാസ്ത്രത്തിന്റെ രീതി. ഒന്നാമത്തെ സൂത്രത്തിൽ ഈ 16 പദാർത്ഥങ്ങളെ പേരുകൊണ്ട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പിന്നീട് പ്രതീക്ഷിക്കുന്നത്, ഇനി അടുത്ത സൂത്രത്തിൽ ഈ പ്രമാണം മുതലുള്ള പദാർത്ഥങ്ങളുടെ ലക്ഷണം പറയും, പിന്നെ അതിന്റെ വിഭാഗം പറയും, പിന്നെ വിഭാഗത്തിന്റെ ലക്ഷണം പറയും. അങ്ങനെ ഈ ശാസ്ത്രം പൂർണ്ണമാവുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ കാണുന്നത്. ഈ സൂത്രം കഴിഞ്ഞാൽ രണ്ടാമത്തെ സൂത്രം കൊണ്ട് വേറൊരു വിഷയമാണ് പറയുന്നത്. അതെന്തുകൊണ്ട് പറഞ്ഞു, അത് പറയേണ്ടതാണോ, അത് ഈ ശാസ്ത്രത്തിന്റെ ഭാഗമാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഉപനിഷത്ത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഈ ഉപനിഷത്തിനെ അതിൻ്റെ സ്വരൂപത്തിൽ നിന്ന് മാറ്റി വിരുദ്ധ സ്വഭാവമുള്ള കപട ശാസ്ത്രങ്ങളെ കൊണ്ട് നിറച്ച് അതിനാകെ മാറ്റിക്കളഞ്ഞിരിക്കുന്നത്. ഉപനിഷത്ത് എന്താണ് എന്ന് ഈ വാങ്മയം കൊണ്ട് അറിയാൻ പറ്റാതെയാക്കി വെച്ചിരിക്കുന്നത്. ഉപനിഷത്ത് കുറവും ഉപനിഷത്തിന് വിരുദ്ധമായ കപടശാസ്ത്രങ്ങൾ കൂടുതലുമായിട്ടാണ് ഇന്ന് നമുക്ക് ഈ ഉപനിഷത്ത് എന്ന പേരിൽ കിട്ടുന്ന വാങ്മയം ഇരിക്കുന്നത്. അതെന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അത് തന്നെ മറ്റ് ശാസ്ത്രങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യവിദ്യക്ക് മുഴുവനും സംഭവിച്ചിട്ടുള്ള ദുരന്തമാണ് ഈ ഉപനിഷത്തിൽ കണ്ടത്. ഉപനിഷത്തിന് മാത്രമുള്ളതല്ല, ഇത് ന്യായശാസ്ത്രത്തിലും ഉണ്ടായിട്ടുണ്ട്, വൈശേഷികത്തിലും ഉണ്ടായിട്ടുണ്ട്. വൈശേഷികം പ്രമേയ ശാസ്ത്രമായതുകൊണ്ട് അതിൽ ഒരുപാട് മായം ചേർക്കാൻ സാധിച്ചു, ഒരുപാട് കപടശാസ്ത്രങ്ങൾ കയറ്റാൻ സാധിച്ചു. ന്യായശാസ്ത്രം പ്രമാണശാസ്ത്രമായതുകൊണ്ട്
വൈശേഷികത്തിലെ പോലെയോ ഉപനിഷത്തിലെ പോലെയോ കയറ്റാൻ സാധിക്കില്ല. ഉപനിഷത്തും പ്രമേയ ശാസ്ത്രം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം കപടശാസ്ത്രങ്ങൾ കയറ്റാൻ സാധിച്ചത്. പ്രമാണത്തിൽ അങ്ങനെ കയറ്റാൻ സാധിക്കില്ല. പക്ഷെ കയറ്റാൻ പറ്റുന്നിടത്തൊക്കെ കയറ്റിയിട്ടുണ്ട്. അടിസ്ഥാന ആശയം തന്നെ, ലക്ഷ്യം തന്നെ മാറ്റി പറഞ്ഞു. പ്രമാണങ്ങളിൽ വെച്ച് ഈ കപടശാസ്ത്രങ്ങൾ നിറയ്ക്കാൻ പറ്റുന്ന ഒരു പ്രമാണം ശബ്ദപ്രമാണമാണ്. വേറൊരു പ്രമാണത്തിലും കപടശാസ്ത്രം കയറ്റാൻ സാധിക്കില്ല. ശബ്ദപ്രമാണത്തിൽ സാധിക്കും. അതുകൊണ്ട് ശബ്ദപ്രമാണത്തിൽ മൗലികമായ മാറ്റം വരുത്തി ശബ്ദപ്രമാണത്തിന്റെ സ്വരൂപം തന്നെ മാറ്റി കളഞ്ഞിട്ടുണ്ട്. കപടശാസ്ത്രങ്ങളിൽ എല്ലാം ശബ്ദപ്രമാണത്തെ പരമപ്രമാണമായിട്ട് പറയുന്നു. ഏത് ശാസ്ത്രത്തിലാണോ ശബ്ദം പരമപ്രമാണമായി പറയുന്നത് അത് കപടശാസ്ത്രമാണെന്ന് അതുകൊണ്ട് തന്നെ തീരുമാനിക്കാം. കാരണം ശബ്ദത്തിനൊരിക്കലും പരമപ്രമാണമാവാൻ സാധിക്കില്ല. ശബ്ദം പ്രാഥമിക പ്രമാണം പോലും അല്ല. ശബ്ദം എന്ന് പറയുന്നത് വാക്യത്തെയാണ്. അറിഞ്ഞു കഴിഞ്ഞ അർത്ഥത്തെ മാത്രമേ വക്താവിന് വാക്യത്തിൽ പറയാൻ സാധിക്കൂ. അപ്പൊ വക്താവ് ശബ്ദമല്ലാത്ത വേറെ ഏതെങ്കിലും പ്രമാണം കൊണ്ട് സാധിച്ച ജ്ഞാനത്തെയാണ് വാക്യമായിട്ട് നിബന്ധിക്കുന്നത്. അതേതാണെന്ന് നോക്കുമ്പോൾ അത് ഒന്നുകിൽ പ്രത്യക്ഷമാണ്, അല്ലെങ്കിൽ അനുമാനമാണ്. പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ അറിഞ്ഞത് മാത്രമേ വാക്യത്തിൽ പറയാൻ സാധിക്കൂ. അതുകൊണ്ട് പ്രത്യക്ഷത്തെയും അനുമാനത്തെയും പ്രാഥമിക പ്രമാണങ്ങൾ, പ്രൈമറി എവിഡൻസ് ആയിട്ട് പറയാം. ശബ്ദത്തെ പറയാൻ കഴിയില്ല. പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വാക്യത്തിലാക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ രണ്ടിൽ വെച്ച് ഏതാണ് പ്രധാനമെന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യക്ഷമാണ്. പ്രത്യക്ഷത്തെ ആശ്രയിച്ചിട്ടാണ് അനുമാനം. പ്രത്യക്ഷമില്ലാതെ അനുമാനം ഉണ്ടാവില്ല. അപ്പോൾ പ്രത്യക്ഷമാണ് പരമപ്രമാണം എന്ന് തീർച്ചയാണ്. ഏത് യുക്തി കൊണ്ട് നോക്കിയാലും പ്രത്യക്ഷ പ്രമാണം ആണ് പരമപ്രമാണം. കപടശാസ്ത്രങ്ങൾ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല. കപടശാസ്ത്രങ്ങൾ ശബ്ദത്തെ പരമപ്രമാണമായിട്ട് പറയുന്നു. കാരണം കപടശാസ്ത്രങ്ങളുടെ വാദങ്ങൾ പ്രത്യക്ഷത്തിന് വിരുദ്ധമാണ്, അനുമാനത്തിന് വിരുദ്ധമാണ്. പ്രത്യക്ഷ അനുമാനങ്ങൾക്ക് കപടശാസ്ത്രങ്ങളുടെ വാദങ്ങളെല്ലാം വിരുദ്ധമായതുകൊണ്ട് അവർക്ക് പ്രത്യക്ഷത്തെയും അനുമാനത്തെയും താഴ്ത്തിക്കെട്ടി അപ്രധാനമാക്കി ശബ്ദമാണ് പരമപ്രമാണം എന്ന് പറഞ്ഞേ മതിയാവുള്ളൂ. അങ്ങനെ പറയുമ്പോൾ തന്നെ അവ കപടശാസ്ത്രങ്ങളാണ് എന്ന് വകതിരിവുള്ളവർ മനസ്സിലാക്കും. അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത വണ്ണം ശാസ്ത്രാധ്യേതാക്കളെല്ലാം മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് ഹിപ്നോട്ടൈസ് ചെയ്ത് മോഹനിദ്രയിലാക്കി വെച്ചിട്ടുണ്ട് എന്നത് വേറൊരു വിഷയം. അങ്ങനെ വെച്ചത് കൊണ്ടാണ് കപടശാസ്ത്രങ്ങൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കപടശാസ്ത്രത്തിനും ഒരു ദിവസം പോലും ജീവിക്കാൻ സാധിക്കില്ല. ഈ കപടശാസ്ത്രത്തിന്റെ ആക്രമണം ന്യായശാസ്ത്രത്തിലും ഉണ്ടായിട്ടുണ്ട്, വൈശേഷികത്തിലും ഉണ്ടായിട്ടുണ്ട്, ഉപനിഷത്തിലും ഉണ്ടായതുപോലെ തന്നെ മനുഷ്യവിദ്യയിൽ ആകമാനം ഉണ്ടായിട്ടുള്ളതാണ് ഈ കപടശാസ്ത്രങ്ങളുടെ ആക്രമണം. അങ്ങനെ ആക്രമിച്ചു പിടിച്ച ഒരു ശാസ്ത്രമായതുകൊണ്ടായിരിക്കണം ഈ ന്യായശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു സൂത്രം വന്നത് എന്ന് വിചാരിക്കാം. ഇത് കപടശാസ്ത്രങ്ങളുടെ അടിസ്ഥാന സിദ്ധാന്തത്തെ ആസ്പദിച്ചുള്ളതുമാണ് ഈ സൂത്രം. ഇത് 1-ാം അധ്യായത്തിൽ 1-ാം ആന്യകത്തില് 2-ാമത്തെ സൂത്രമായിട്ട് പറയുന്നു. ഈ സൂത്രം ഇങ്ങനെയാണ്:
ദുഃഖ ജന്മ പ്രവൃത്തി ദോഷ മിഥ്യാജ്ഞാനാനാം ഉത്തരോത്തര അപായെ തദനന്തര അപായാത് അപവർഗ എന്നാണ് സൂത്രം. ദുഃഖജന്മ പ്രവൃത്തി ദോഷ മിഥ്യാജ്ഞാനാനാം ഉത്തരോത്തര അപായേ തദനന്തര അപായാത് അപവർഗ. ദുഃഖം, ജന്മം, പ്രവൃത്തി, ദോഷം, മിഥ്യാജ്ഞാനം ഇവയുടെ ഉത്തരോത്തര അപായെ പിന്നീട് പറഞ്ഞവയ്ക്ക് അപായം സംഭവിക്കുമ്പോൾ തദനന്തര അപായം, അതിന് മുമ്പേ പറഞ്ഞതിനും അപായം സംഭവിച്ചിട്ട് അപവർഗം സിദ്ധിക്കുന്നു എന്നാണ് സൂത്രത്തിന്റെ താല്പര്യം. ദുഃഖം എല്ലാ തരത്തിലുള്ള പ്രതികൂല അനുഭവങ്ങളുമാണ് ദുഃഖം. ഈ ദുഃഖം എങ്ങനെ ഉണ്ടാകുന്നു? ദുഃഖത്തിന്റെ കാരണം ജന്മമാണ് എന്ന് പറയുന്നു. ജന്മമാണ് ദുഃഖത്തിന്റെ കാരണം. ജന്മമുണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാകും. ജനിച്ചിട്ട് ദുഃഖിക്കാതെ ഇരിക്കാൻ കഴിയില്ല എന്ന് വാദം. അപ്പൊ ദുഃഖമില്ലാതാകണമെങ്കിൽ ജന്മമില്ലാതെയാകണം. കപടശാസ്ത്രങ്ങളിലെ ജന്മസങ്കല്പം കർമ്മത്തിന്റെ ഫലമായിട്ട് ജന്മം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പൂർവജന്മത്തിലെ കർമ്മമാണ് ഈ ജന്മത്തിന്റെ കാരണം. പൂർവജന്മത്തിലെ പുണ്യപാപങ്ങൾ അനുഭവിക്കാനാണ് ഈ ജന്മം ഉണ്ടായിരിക്കുന്നത്. എല്ലാ കപടശാസ്ത്രങ്ങളുടെയും പൊതുവായ വാദമാണ്. ഇങ്ങനൊരു വാദം കേൾക്കുമ്പോൾ അപ്പൊ ഒന്നാമത്തെ ജന്മം എങ്ങനെയാണ് ഉണ്ടായത്? രണ്ടാമത്തെ ജന്മത്തിന് കാരണം ഒന്നാം ജന്മത്തിലെ പുണ്യപാപങ്ങളാണ്. അതിന്റെ ഫലം അനുഭവിക്കാൻ രണ്ടാമത്തെ ജന്മം ഉണ്ടായി. ഒന്നാമത്തെ ജന്മം എങ്ങനെയാണ് ഉണ്ടായത്? അവിടെ ജന്മത്തിന്റെ കാരണമായിട്ട് പുണ്യപാപങ്ങൾ ഇല്ലല്ലോ. അതെങ്ങനെയാണ് ഉണ്ടായത്? അതിന് കപടശാസ്ത്രങ്ങൾക്ക് ഉത്തരവില്ല. അപ്പൊ അവിടെ കർമ്മമില്ലാതെയാണ് ആ ജന്മം ഉണ്ടായത്. ജനിച്ചിട്ട് വേണ്ട കർമ്മം ചെയ്യാൻ. ഇങ്ങനെ പുണ്യപാപങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി ജനിക്കുന്നത് ആര് എന്നുള്ള ചോദ്യം വരുന്നു അവിടെ. ആ ജനിക്കുന്ന ആള് പിന്നെയും ജനിക്കണമല്ലോ. അപ്പൊ എന്താണോ മരിക്കുമ്പോൾ ഇല്ലാതെയാകുന്നത് അതല്ല ആള് എന്ന് വരുന്നു. അതായത് ഈ ജനിച്ച് വളർന്ന് മരിച്ചു പോകുന്ന ശരീരമല്ല ആള്. ആള് വേറെ ഏതോ ആണ്. ജീവൻ എന്ന് വിളിക്കുന്നു. ജീവൻ. ആ ജീവൻ ശരീരത്തിൽ പ്രവേശിക്കുന്നു, ഗർഭത്തിൽ പ്രവേശിക്കുന്നു. ശരീരത്തിൽ കയറി ആ ശരീരത്തിൽ ജീവിക്കുന്നു. ശരീരം അഭേദ സംബന്ധത്തോടുകൂടി ഇരിക്കുന്നു. തനിക്ക് തന്നോട് തന്നെയുള്ള സംബന്ധമാണ് അഭേദ സംബന്ധം. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സത്ത രൂപത്തിലായിരിക്കുന്നതാണ്. സത്തതായിട്ട് പരിണമിച്ചതാണ്. അപ്പൊ സത്ത് തന്നെയാണ്. കുടം മണ്ണു തന്നെ ആയിരിക്കുന്നത് പോലെ ഈ ജഗത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും സത്തു തന്നെയാണ്. കുടത്തിന് മണ്ണിനോടുള്ള സംബന്ധം അഭേദ സംബന്ധമാണ്. മണ്ണ് തന്നെയാണ് കുടം. മണ്ണല്ലാതെ വേറെ ഒന്നുമില്ല കുടത്തിൽ. മണ്ണിലെ സത്ത, ഉണ്മ, കുടത്തിലെ ഉണ്മ. ഇത് അതുപോലെ ഒരു കപടശാസ്ത്രം ഇവിടെ തിരകിയിരിക്കുന്നതല്ലേ വാസ്തവത്തിൽ? ഇത് ന്യായശാസ്ത്രത്തിൽ ഇല്ലാത്ത സൂത്രമല്ലേ എന്നാണ് തോന്നുക. അപ്പൊ ഈ രണ്ടാമത്തെ സൂത്രം വളരെ ശങ്കനീയമാണ്. ഇങ്ങനൊരു സൂത്രം ഇവിടെ ഉണ്ടാകേണ്ട ആവശ്യമില്ല. ശ്രേയസാധിഗമം എന്നാണ്
ഷോഡശപദാർത്ഥ ജ്ഞാനത്തിന്റെ പ്രയോജനം പറഞ്ഞത്. ഇളക്കമില്ലാത്ത ശ്രേയസ്, ശ്രേഷ്ഠമായ സ്ഥായിയായ സുഖം, അതിന്റെ ഉപായം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ആ 16 പദാർത്ഥങ്ങൾ എന്താണെന്ന് വിസ്തരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സൂത്രം വന്നത് ഇത് പ്രക്ഷിപ്തമാണ് എന്ന് വേണം വിചാരിക്കാൻ. ഉപനിഷത്തിനെ രാക്ഷസീകരിച്ചതുപോലെ ന്യായശാസ്ത്രത്തെ രാക്ഷസീകരിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമമായിരിക്കാം ഇത്. അല്ലെങ്കിൽ ഈ ജന്മമില്ലാതെയാകണം എന്ന ഒരാവശ്യം ഇവിടെ വരേണ്ട ഒരാവശ്യവുമില്ല. ജന്മമില്ലാതെയാക്കിയിട്ട് പരമാനന്ദമായിട്ട് ഉള്ള ഒരു രൂപത്തെ ആർക്കും പ്രാപിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ജന്മം എന്ന് വിളിക്കുന്ന ഈ മനുഷ്യരൂപമായിട്ട് പരിണമിക്കുന്ന വസ്തുവാണ് ജഗത്തിന്റെ കാരണം. അവിടെ വരയ്ക്കേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ആ കാരണത്തിനപ്പുറം ഒന്നുമില്ല. പരമമായ വസ്തു ജഗത്തിന്റെ അഭിന്ന നിമിത്തോപാദാന കാരണമായ സത്താണ്. സത്ത് പരിണമിച്ചാണ് നമ്മൾ മനുഷ്യനായിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് കാരണത്തിലേക്ക് മടങ്ങിപ്പോയാൽ ഇനി സത്തിലെത്തും. സത്തിലെത്തുമ്പോൾ ജന്മമില്ലാതെയാവുകയല്ല ചെയ്യുന്നത്, കൈവല്യം ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. അവിടെ നമുക്ക് സർവാത്മഭാവം എന്ന് പറയുന്ന ഭാവത്തിൽ ഇരിക്കാനേ സാധിക്കൂ. എല്ലാം ഞാനാണ് എന്നുള്ള ബോധത്തിൽ ഇരിക്കാനേ സാധിക്കുള്ളൂ. അഭേദ സംബന്ധമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പരമമായ പ്രാപ്യം സർവാത്മഭാവമാണ്, അല്ലാതെ സ്വയം ഇല്ലാതെ ആകൽ അല്ല. ആ ഇല്ലാതെ ആകൽ എന്നത് അസംഭവമായ ഒന്നാണ്. ഉള്ളതിന് ഇല്ലാതെയാകാൻ സാധിക്കില്ല. അതെപ്പോഴും ഉണ്ടായിരിക്കും. ഇനി അതിന് സ്വരൂപഭേദം വരുന്നില്ലേ എന്നാണെങ്കിൽ ആ സ്വരൂപഭേദങ്ങളെ മുഴുവൻ നിരാകരിച്ചാൽ എത്തിച്ചേരുന്ന മൂലസ്വരൂപം സത്താണ്, ആദിബോധമാണ്. അപ്പൊ എന്തുണ്ടാവുന്നു? അപ്പോൾ നമ്മള് സർവാത്മഭാവത്തോടുകൂടി അഭേദ സംബന്ധത്തോടുകൂടിയാണ് ഇരിക്കുന്നത്, അല്ലാതെ ഒരു സംബന്ധവും ഇല്ലാതെയല്ല. വേദാന്തം പറയുന്ന ലക്ഷ്യം ഒരിക്കലും പ്രാപിക്കാത്തതാണ്, മിഥ്യയാണ്, അത് വെറും വികല്പമാണ്. ന്യായശാസ്ത്രം അങ്ങനെ ഒരു ആദർശം ഒരിക്കലും പറയില്ല. ന്യായശാസ്ത്രത്തിന്റെ സിദ്ധാന്തത്തിന്റെ വിരുദ്ധാണത്. ന്യായം സച്ഛാസ്ത്രമായതുകൊണ്ട് വികല്പങ്ങളെ സിദ്ധാന്തമായിട്ട് പറയില്ല. അതുകൊണ്ട് ഈ സൂത്രത്തെ നമുക്ക് പ്രക്ഷിപ്തം എന്ന് മാറ്റിവെക്കും. അങ്ങനെ വെച്ചാൽ സ്വാഭാവികമായ രണ്ടാമത്തെ സൂത്രം ഉദ്ദേശിച്ച 16 പദാർത്ഥങ്ങളിൽ ഒന്നാമത്തെ പദാർത്ഥത്തെ പറയുന്നതാണ്. പദാർത്ഥത്തിന്റെ വിഭാഗം പറഞ്ഞ് ഓരോന്നിൻ്റെയും ലക്ഷണവും ഇനി പറയുന്നു. അങ്ങനെ മൂന്നാമത്തെ സൂത്രത്തിലേക്ക് വരുന്നു. അത് ഒന്നാമത്തെ പദാർത്ഥമായ പ്രമാണത്തിന്റെ വിഭാഗം പറയുന്ന സൂത്രമാണ്. പ്രത്യക്ഷ അനുമാന ഉപമാന ശബ്ദ പ്രമാണാനി. പ്രത്യക്ഷ അനുമാന ഉപമാന ശബ്ദ. പ്രത്യക്ഷ അനുമാന ഉപമാന ശബ്ദങ്ങൾ ആണ് പ്രമാണങ്ങൾ. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം എന്ന 4 പ്രമാണങ്ങൾ എന്ന് പറഞ്ഞു. പ്രമാണം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അർത്ഥം. പ്രമയുടെ കാരണമാണ് പ്രമാണം. കാരണം വ്യാപാരവത്തായ അസാധാരണ കാരണമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പ്രമാണങ്ങൾ ഈ 4 ആണ്. അതിൽ ഒന്നാമത്തെ പ്രമാണം പ്രത്യക്ഷം. അക്ഷം എന്നാൽ ഇന്ദ്രിയം, കരണം എന്നും അതിന് പറയാറുണ്ട്. ജ്ഞാനകരണങ്ങൾ, കർമ്മകരണങ്ങൾ, ഇങ്ങനെ 2 തരം കരണങ്ങൾ. രണ്ടും 5 കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, ഇങ്ങനെ 5 ജ്ഞാനകരണങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ. അത് അക്ഷം. അക്ഷത്തിൽ
ഉണ്ടാകുന്ന അക്ഷത്തെ പ്രതിഗമിച്ചത് പ്രത്യക്ഷം, പ്രതിഗതം അക്ഷം പ്രത്യക്ഷം എന്ന് പറയാറുണ്ട്. അക്ഷത്തെ പ്രതിഗമിച്ചത് ഓരോ ഇന്ദ്രിയത്തിലും ഉണ്ടാകുന്നത്, ഓരോ ഇന്ദ്രിയത്തിനും അതതിൻ്റെ വിഷയത്തിൽ ഉണ്ടാകുന്ന ജ്ഞാനത്തെയാണ് പ്രത്യക്ഷ ജ്ഞാനം എന്ന് വിളിക്കുന്നത്. ഈ പ്രത്യക്ഷത്തെ അറിയുന്നത് ഈ അക്ഷങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എന്താണ് പ്രത്യക്ഷ പ്രമാണം എന്ന് ചോദിച്ചാൽ, ഈ കണ്ണ്, മൂക്ക്, നാക്ക്, വക്ക്, ചെവി എന്ന 5 ഇന്ദ്രിയങ്ങൾ തന്നെയാണ് പ്രത്യക്ഷ പ്രമാണങ്ങൾ. പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നതിൻ്റെ അസാധാരണ കാരണമായത് ഇന്ദ്രിയങ്ങൾ തന്നെയാണ്. കണ്ണാണ് രൂപജ്ഞാനം ഉണ്ടാകാൻ കാരണം, ചെവിയാണ് ശബ്ദജ്ഞാനം ഉണ്ടാകാൻ കാരണം. പ്രത്യക്ഷ കരണങ്ങൾ അല്ലെങ്കിൽ പ്രത്യക്ഷ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് ജ്ഞാന ഇന്ദ്രിയങ്ങളെയാണ്, ജ്ഞാന കരണങ്ങളെ തന്നെയാണ്. ഈ പ്രത്യക്ഷ ലക്ഷണം പറയുന്നു. ലക്ഷണം പറയുമ്പോൾ അവിടെ ജ്ഞാനത്തിന്റെ ലക്ഷണമാണ് പറയുന്നത്. ഇന്ദ്രിയാർത്ഥ സന്നികർഷോത്പന്നം ജ്ഞാനം അവ്യപദേശം അവ്യഭിചാരി വ്യവസായാത്മകം പ്രത്യക്ഷം. ഇന്ദ്രിയാർത്ഥ സന്നികർഷോത്പന്നം, ഇന്ദ്രിയ അർത്ഥ സന്നികർഷ ഉത്പന്നം, ഇന്ദ്രിയത്തിൻ്റെയും അക്ഷത്തിൻ്റെയും സന്നികർഷം, ഇന്ദ്രിയാർത്ഥ സന്നികർഷം. ഇന്ദ്രിയം പറഞ്ഞു കരണം, ജ്ഞാനകരണത്തെയാണ് ഇന്ദ്രിയം എന്നുള്ളത്. അർത്ഥം വിഷയം, അതത് ഇന്ദ്രിയത്തിൻ്റെ വിഷയം. ഇപ്പൊ കണ്ണിൻ്റെ വിഷയം രൂപം, ചെവിയുടെ വിഷയം ശബ്ദം, മൂക്കിൻ്റെ വിഷയം ഗന്ധം. ഇങ്ങനെ ഓരോ ഇന്ദ്രിയത്തിനും ഓരോ വിഷയം. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാണ് വിഷയങ്ങൾ. ഓരോന്നിനെ അറിയാൻ ഒരു ഇന്ദ്രിയം. എങ്ങനെ ഇന്ദ്രിയവും വിഷയവും, ഇന്ദ്രിയവും ഇന്ദ്രിയാർത്ഥവും. ഇന്ദ്രിയാർത്ഥം എന്നാൽ വിഷയം. അവയുടെ സന്നികർഷം, അടുപ്പം. ഇന്ദ്രിയത്തിൻ്റെയും വിഷയത്തിൻ്റെയും അടുപ്പം കൊണ്ട് ഉത്പന്നം, വിഷയേന്ദ്രിയങ്ങളുടെ അടുപ്പം കൊണ്ട് ഉത്പന്നമാകുന്നത്, ഉണ്ടാകുന്നത്. ഇന്ദ്രിയത്തിൻ്റെയും വിഷയത്തിൻ്റെയും സന്നികർഷം കൊണ്ട് ഉണ്ടാകുന്നതും. അവ്യപദേശം, വ്യപദേശം വെച്ചാൽ പറയുക. ഒരു വിഷയത്തിൻ്റെ ജ്ഞാനം നമുക്ക് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നു. പശു എന്ന് പറയുമ്പോൾ പണ്ട് പശുവിൻ്റെ ജ്ഞാനം മനസ്സിലാക്കുന്നു. ഇതുപോലെ ഏത് പേര് കേട്ടാലും ആ വിഷയത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകും. അങ്ങനെ അല്ലാത്തത് അവ്യപദേശം. വ്യപദേശമല്ലാത്തത്, പേര് കേൾക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതല്ലാത്തത്. അവ്യഭിചാരി, വ്യഭിചരിക്കാത്തത്, വ്യഭിചരിച്ച് തെറ്റിപ്പോവുക. ഒന്നൊരു വിധത്തിലാണ് എന്ന് അറിഞ്ഞിട്ട് പിന്നെ അത് അങ്ങനെയല്ല എന്ന് വരിക. അപ്പോഴത് വ്യഭിചരിച്ചു എന്ന് പറയാം. അത് മാറിപ്പോയി. അങ്ങനെ മാറിപ്പോകാതെ സ്ഥിരമായിട്ട് നിൽക്കുന്ന യഥാർത്ഥ ജ്ഞാനമാണെങ്കിൽ അത് മാറില്ല. യഥാർത്ഥമായതുകൊണ്ടാണ് മാറിപ്പോയത്. അങ്ങനെ മാറിപ്പോകാത്തതാണ് അവ്യഭിചാരി. ഒരിക്കൽ അറിഞ്ഞാൽ അതെന്നും അങ്ങനെ തന്നെ ഇരിക്കണം. അതാണ് അവ്യഭിചാരി. വ്യവസായാത്മകം, വ്യവസായം എന്ന് വെച്ചാൽ തീരുമാനം, തീർച്ച. തീരുമാനത്തിന്റെ രൂപത്തിലുള്ളത്. ആത്മാ എന്നതിന് സ്വരൂപം നടത്താം. ആത്മാ സ്വരൂപം. അപ്പൊ വ്യവസായ സ്വരൂപം, നിശ്ചയ സ്വരൂപമായത്, തീർച്ചയുടെ രൂപത്തിലുള്ളത്. തീർച്ചയില്ലാത്തത് ജ്ഞാനമുണ്ട്. മരക്കുറ്റിയോ മനുഷ്യനോ
വേണ്ടത്ര വെളിച്ചമില്ലാത്തപ്പോ കുറെ ദൂരെ ഒന്ന് കാണുന്നു, അതിന് വണ്ണമുണ്ട്, പൊക്കമുണ്ട്. ഒക്കെ കാണുമ്പോ ഇത് മരക്കുറ്റിയാണോ മനുഷ്യനാണോ എന്ന സംശയം ഉണ്ടാവും. അവിടെ തീരുമാനം വന്നിട്ടില്ല. ഈ മരക്കുറ്റിയോ മനുഷ്യനോ എന്ന ഈ ശങ്ക, സംശയം, ഇതിനെ പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയില്ല. ഇത് പ്രത്യക്ഷമല്ല. അതെന്താണ് തീരുമാനം വന്നാൽ മാത്രമേ പ്രത്യക്ഷമാവുള്ളൂ. ഇത് മരം എന്ന് മരക്കുറ്റിയാണെന്ന് അറിഞ്ഞാൽ അത് പ്രത്യക്ഷമാണ്. മനുഷ്യനാണ് എന്നറിഞ്ഞാലും അത് പ്രത്യക്ഷമാണ്. മനുഷ്യനോ മരക്കുറ്റിയോ എന്ന സംശയം പ്രത്യക്ഷം ജ്ഞാനം അല്ല. അപ്പൊ അങ്ങനെയല്ലാത്തത് തീരുമാനം വന്നത് ആണ് വ്യവസായാത്മകം. അങ്ങനെ ഇന്ദ്രിയാർത്ഥ സന്നികർഷം കൊണ്ട് ഉണ്ടാകുന്നതും അവ്യപദേശവും അവ്യഭിചാരിയും വ്യവസായാത്മകവുമായ ജ്ഞാനം പ്രത്യക്ഷം എന്ന് പ്രത്യക്ഷത്തിന്റെ നിർവചനം. നമുക്കുണ്ടാകുന്ന പല പ്രത്യക്ഷങ്ങളും ശരിയായ പ്രത്യക്ഷ ജ്ഞാനമല്ല എന്ന് പറഞ്ഞ ഈ മനുഷ്യനോ മരക്കുറ്റിയോ എന്നുള്ള സംശയം. അതുപോലെ നീലാകാശം എന്ന് തോന്നലുണ്ടാകുന്നു, പ്രതീതി ഉണ്ടാകും. അങ്ങനെ പ്രതീതി ഉണ്ടാകുമ്പോഴും മുകളിൽ നീലാകാശം ഇല്ല എന്ന് നമുക്ക് ജ്ഞാനം കൊണ്ട് അറിയാം, വേറെ പ്രമാണം കൊണ്ട് അറിയാം. വിജ്ഞാനം നമ്മളെ ബോധിപ്പിക്കുന്നു അങ്ങനെ നീലാകാശം എന്നൊന്നില്ല. ദൃഷ്ടി നിലച്ചു പോകുന്നിടത്ത് നീല നിറം തോന്നുന്നതാണ്. അതൊരു ജ്യോതിഷ പ്രതിഭാസമാണ്, ഒപ്റ്റിക്കൽ ഫിനോമിനനാണ്. അല്ലാതെ അങ്ങനെ നീലയായിട്ട് ആകാശമില്ല. അതുപോലെ മരുഭൂമിയിൽ വെള്ളം കാണുന്നു, കാനൽ ജലം, മരീചിക, അവിടെ വെള്ളം ഉണ്ടായിട്ടല്ല കാണുന്നത്. അതും ഒരു ഒപ്റ്റിക്കൽ ഫിനോമിനൻ, ജ്യോതിഷ പ്രതിഭാസമാണ്. അപ്പൊ ഇതൊന്നും ഉള്ളതല്ല. ഇങ്ങനെ പല വിഭ്രാന്തികളും ഉണ്ടാകാറുണ്ട്. ഇത് ഇല്യൂഷൻ ആണ്, ഇതെല്ലാം ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ഇങ്ങനെയുള്ള വിഭ്രാന്തികൾ ഒന്നും ശരിയായ അറിവല്ല. അതിൽ നിന്നെല്ലാം ശരിയായ പ്രത്യക്ഷത്തെ വേർതിരിച്ച് കാണിക്കാനാണ് ഈ വ്യവസായാത്മകം എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള യഥാർത്ഥമായ ജ്ഞാനം, പ്രത്യക്ഷം, അതിൻ്റെ കാരണം കണ്ണാണ്. കണ്ണാണ് പ്രത്യക്ഷ പ്രമാണം. ഇങ്ങനെയുള്ള പ്രത്യക്ഷത്തിൽ നിന്ന് അനുമാനം ഉണ്ടാകുന്നു. സമയം ആയി, നമുക്കിവിടെ നിർത്താം. അനുമാനം അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കും.